السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യാണ്. പരിശുദ്ധ ഖുർആൻ അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു വളരെ എളിയ ശ്രമം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 71-ാമത്തെ അധ്യായം സൂറത്തു നൂഹിലെ 18 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. ഇൻഷാ അല്ലാഹ് 19 മുതലുള്ള വചനമാണ് നമുക്ക് നിൽക്കേണ്ടത്. ഞാനൊന്ന് ഓതി തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله جعل لكم الأرض بساطا لتسلكوا منها سبلا فجاجا قال نوح رب إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارا ومكروا مكرا كبارا وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا وقد أضلوا كثيرا ولا تزد الظالمين إلا ضلالا. ഒന്നുകൂടി. والله جعل لكم الأرض بساطا لتسلكوا منها سبلا فجاجا قال نوح رب إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارا ومكروا مكرا كبارا وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا وقد أضلوا كثيرا ولا تزد الظالمين إلا ضلالا. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ. അല്ലാഹു ജഅല ലക്കുമുൽ അർദ, ضاد ض ഉച്ചാരണം ശ്രദ്ധിക്കുക. ലാ ഉച്ചാരണമല്ല, ض. വല്ലാഹു ജഅല ലക്കുമുൽ അർദ ബിസാത്വ ലിതസ്ലുകൂ മിൻഹാ സുബുലൻ ഫി അവിടെ ഇഖ്ഫ ആയിട്ട് അവ്യക്തമായിട്ട് മണിക്കണം. സുബുലൻ ഫിജാജ. ഖാല നൂഹുൻ റബ്ബി എന്നാണ് അവിടെ. നൂഹുൻ എന്ന നൂഹിന്റെ തൻവീനിനെ എന്ത് ചെയ്യേണ്ടതില്ല, വെളിവാക്കി ഉച്ചരിക്കേണ്ടതില്ല. നൂഹുർ റബ്ബി എന്നാണ് ഉച്ചരിക്കേണ്ടത്. നൂഹുർ റബ്ബി. ഖാല നൂഹുർ റബ്ബി ഇന്നഹും അസ്വൗനി. ഇന്നഹും ഷദ്ദുള്ള നൂനിനെ അത് മണിക്കുക. ഇന്നഹും അസ്വൗനി വത്തബഉ മല്ലം യസിദ്ഹു. സാക്കിനായ നൂനിന് ശേഷം തെൻവീന് ശേഷം റാ ലാമ് ലെറ്റേഴ്സ് വരുമ്പോൾ നൂനിൻ്റെ സൗണ്ട് അഥവാ തെൻവീൻ്റെ സൗണ്ട് അല്ലെ നൂനിൻ്റെ സൗണ്ട് അതിൽ എന്തായിരിക്കും, പിന്നെ ഉച്ചരിക്കേണ്ടതില്ല, നമ്മൾ ചേർത്തി ഓതേണ്ടതാണ്. അതാണ് നൂഹുർ റബ്ബി എന്ന്, നൂഹുൻ എന്ന് നൂനിൻ്റെ സൗണ്ട് വരാം, നൂഹുർ റബ്ബി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൻ ലം എന്നുള്ളത്
മല്ലം എന്നാണ്. നൂൻ അവിടെ സൈലന്റ് ആയിട്ട് മല്ലം മല്ലം യസിദുഹു മാലുഹു വവലദുഹു ഇല്ലാ ഖസറ. മാലുഹു കഴിഞ്ഞിട്ട് കുഞ്ഞ് ഒരു വാവുണ്ട്, ചെറുതായിട്ടൊന്ന് അവിടെ നീട്ടണം. വലതുഹു എന്നുള്ളത് കഴിഞ്ഞിട്ട് അവിടെ ഒരു മദ്ദുണ്ട്, കുറച്ചുകൂടി നീട്ടണം. വലതുഹു ഇല്ല ഖസാറോ ഖസാറോ. വമഖറു മഖ്റൻ കുബ്ബറ. മൂന്നും കാഫാണ്. മഖറു മഖ്റാൻ അവിടെ ഇഖ്ഫ ആണ്, അവ്യക്തമാക്കി മണിക്കണം. മഖ്റാൻ കുബ്ബറ അങ്ങനെ. وقالوا لا تذرن آلهتكم تذرن നാവിൻ്റെ അറ്റത്ത് തذرن ഷദ്ദുള്ള നൂന് മണിച്ചോദ തذرن അങ്ങനെ. ആലിഹത്തക്കും വലാ തذرن ഷദ്ദുള്ള നൂന് മണിക്കാം. വദ്ദൻ വല സുവാഅൻ വല യഗൂസ. അടാ വദ്ദൻ വ സുവാഅൻ വ ചേർത്തും മണിച്ചും ഓതണം. നേരത്തെ പറഞ്ഞ ലാമു റോന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നൂന് മീമ് വാവ് യാ വരുമ്പോൾ ചേർക്കുകയും വേണം, മണിക്കുകയും ചെയ്യണം. ഇദ്ഗാമും ബിഗുന്ന എന്നാണ് അത് പറയാം. ويعوك ونسر وقد أضلوا كثيرا ولا تزد الظالمين إلا كثيرا ولا تزد ചേർത്തി ഓതലാണ് ഉത്തമം. كثيرا ولا تزد الظالمين إلا ضلالا. ظالمين إلا ضلالا അങ്ങനെയാണ്. ظالمين إلا ضلالا. ضاد ഉച്ചാരണം ശ്രദ്ധിക്കുകയും ചെയ്യും. ഒന്നിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓതി നോക്ക്. أعوذ بالله من الشيطان الرجيم. والله جعل لكم الأرض بساطا لتسلكوا منها سبلا فجاجا. قال نوح رب إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارا ومكروا مكرا كبارا. وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا وقد أضلوا كثيرا ولا تزد الظالمين إلا ضلالا. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല റബ്ബിന് എന്തുകൊണ്ടാണ് ഒരു വഖാറത്ത് നിങ്ങൾ കൽപ്പിക്കാത്തത്, ഒരു ഗാംഭീര്യം കൽപ്പിക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ കഴിവിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ആകാശ ലോകത്തെ 7 അടുക്കുകളായി അല്ലാഹു സുബ്ഹാനഹു തആല ആകാശത്തെ സൃഷ്ടിച്ചതും, അതേപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും അല്ലാഹു സുബ്ഹാനഹു തആല വ്യത്യസ്തമായ രൂപത്തിൽ, അഥവാ കമറിനെ ചന്ദ്രനെ നൂറായിട്ടും പ്രകാശമായിട്ടും സൂര്യനെ വെളിച്ചമായിട്ടും അല്ലാഹു സൃഷ്ടിച്ചതിനെക്കുറിച്ചും, ഭൂമിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ വളർത്തിയതിനെക്കുറിച്ചും സൃഷ്ടിച്ചതിനെക്കുറിച്ചും, അതിനുശേഷം നിങ്ങളെല്ലാവരും ഭൂമിയിലേക്ക് മടങ്ങുകയും വീണ്ടും ഭൂമിയിൽ നിന്ന് നിങ്ങളെ തിരിച്ച് കൊണ്ടുവരും. സുമ്മ യുഈദുക്കും ഫീഹാ വയുഖ്രിജുക്കും ഇഖ്റാജ. ഒന്നുകൂടി ഭൂമിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കുറിച്ചും ഒക്കെയായിരുന്നു നമ്മൾ അവസാനമായി സൂചിപ്പിച്ചത്. അത് ചേർത്ത് അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ എന്തുകൊണ്ടാണ് അവൻ ആരാധ്യനാവുന്നത്, ഇവിടെയാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സൂചിപ്പിക്കണം, വല്ലാഹു ജഅല ലക്കുമുൽ അർദ ബിസാത്വ. വല്ലാഹു തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല ജഅല ലക്കും നിങ്ങൾക്ക് വേണ്ടി ആക്കിയിരിക്കുന്നു. അൽ അർദ, അർദ് അറിയാലോ, ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി അവനാക്കിയിരിക്കുന്നു. എന്താണ് ആക്കിയിരിക്കുന്നത്? ബിസാത്വൻ. ബിസാത്ത് എന്ന് വെച്ചാൽ വിരിപ്പിനാണ് പറയാം. ബിസാത്ത് ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ പറയാം. ബിസാത്ത്. അപ്പൊ അള്ളാഹു ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കിയിരിക്കുന്നു. ബസത്വ യബ്സുത്തു എന്നാണ് അതിൻ്റെ വെർബ്. ബസത്വ എന്ന് വെച്ചാൽ വിരിച്ചു എന്നാണ്. പരത്തി വെക്കുക, വിരിച്ചു വെക്കുക, അതിനൊക്കെയാണ് ബസത്വ എന്ന് പറയാം. മബ്സൂത്ത് എന്ന് പറയുമ്പോൾ മബ്സൂത്തായ തായനെ കുറിച്ച് പറയാറുണ്ട്, പരത്തുന്ന രൂപത്തിലുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ അവൻ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നിരിക്കുന്നു. വല്ലാഹു ജഅല ലക്കുമുൽ അർദ ബിസാത്വ ലിതസ്ലുകു.
എന്തിനു വേണ്ടി? തസ്ലുക്കു, നിങ്ങൾ പ്രവേശിക്കുന്നതിന് വേണ്ടി. സലക്ക യസ്ലുക്കു എന്ന് വെച്ചാൽ പ്രവേശിച്ചു എന്നാണ്. സലക്ക യസ്ലുക്കു, പ്രവേശിച്ചു. സാലിഖ്, സലീഖ് എന്നൊക്കെ പറയും പ്രവേശിക്കുന്നവന്. സലക്ക യസ്ലുക്കു. അപ്പൊ ലിതസ്ലുക്കു, നിങ്ങൾ പ്രവേശിക്കുന്നതിന്, മിൻഹ, അതിൽ. ഏതില്? ഫിൽ അർദ്, ഭൂമിയിൽ. ഭൂമിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി. സുബുലൻ, സബീലിന്റെ പ്ലൂരലാണ് സുബുല് എന്നുള്ളത്. സബീല്, മാർഗങ്ങൾ. സബീല്, സുബുല്, മാർഗങ്ങൾ. ഇങ്ങനെയുള്ള നമ്മൾ ത്വരീഖ്, തുറക്ക്, അതേപോലെ സബീല്, പിന്നെ ഷാരിയ, അങ്ങനെ വഴികൾക്ക്, റോഡിന്, അതേപോലെ മാർഗം, അങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഫീസ് സബീൽ, ഫീസ് സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗം, അള്ളാഹുവിൻ്റെ വഴി. ഇബ്നു സബീൽ, ഇബ്നു സബീൽ എന്ന് പറയും വഴിയാത്രക്കാർക്ക്, വഴിപോക്കർ, വഴിയാത്രക്കാർ എന്നുള്ളതിനൊക്കെ. സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്തിൽ ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ, സക്കാത്ത് നൽകപ്പെടേണ്ട ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആർക്കൊക്കെയാണ്? 8 വിഭാഗം ആളുകൾ. ഇതിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ശരി. അപ്പോൾ ഇവിടെ അള്ളാഹു ലി തസ്ലുക്കു മിൻഹ, അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക, സുബുലൻ, മാർഗങ്ങളിൽ. എങ്ങനെ? ഫിജാജൻ. ഫിജാജ് എന്ന് വെച്ചാൽ ഫജ്ജ് എന്നുള്ളതിന്റെ പ്ലൂറലാണ് ഫിജാജ്. ഫജ്ജ്, ഫിജാജ്, വിശാലമായ എന്നാണ് അർത്ഥം. വിശാലമായ. വാസിഅ എന്നുള്ള അർത്ഥം. അപ്പോ ഇവിടെ ലി തസ്ലുക്കു മിൻഹ സുബുല ഫിജാജ, നിങ്ങൾക്ക് അതിൽ നിന്ന് വിശാലമായ മാർഗങ്ങൾ പ്രവേശിക്കുവാൻ വേണ്ടി. അത് ഭൂമിയിലേക്ക് വ്യത്യസ്തമായ രൂപത്തിൽ എങ്ങനെയും അതിനെ ഉപയോഗപ്പെടുത്താൻ. നമ്മുടെ ജീവിത മാർഗത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ഭൂമിയിൽ പല രൂപത്തിലും പല കോലത്തിലും അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ പല രൂപത്തിലും അതിലേക്ക് പ്രവേശിക്കാൻ, ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. ഇത് നേരത്തെ പറഞ്ഞ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ വല്ലാഹു അൻബതകും മിനൽ അർദി നബാത സുമ്മ യുഈദുകും ഫിഹാ വയുഖ്രിജുകും ഇഖ്റാജ. അതോടൊപ്പം തന്നെയാണ് അല്ലാഹു ജഅലകുമുൽ അർദ ബിസാത ലിതസ്ലുകു മിൻഹാ സുബുലൻ ഫിജാജ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ വ്യത്യസ്തമായി ഖുർആനിൽ ഭൂമിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഏകദേശം ഒരേപോലെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത് തന്നെയാണ്. നമ്മളൊക്കെ അറിയുന്ന സൂറത്തുൻ നബഇൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, അലം നജഅലിൽ അർദ മിഹാദ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ഒരു മിഹാദ്, തൊട്ടിലാക്കിയില്ലേ എന്ന് പറയുന്നുണ്ട്. മിഹാദ്. അതേപോലെ തന്നെ തൊട്ടടുത്ത സൂറത്ത് മുർസലാത്തിൽ പറയുന്നുണ്ട്, പിന്നെ അലം നജഅലിൽ അർദ കിഫാത്ത. ഭൂമിയെ അവൻ കിഫാത്ത് എന്ന് വെച്ചാൽ പിന്നെ എല്ലാം ഉൾക്കൊള്ളുന്നതായ അവസ്ഥയിൽ, എന്തിനേയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഭൂമിയെ അവൻ ആക്കിയില്ലേ. ഇപ്പൊ മനുഷ്യൻ ഭൂമിയിൽ നിന്നാണ് അവൻ വരുന്നത്, ഭൂമിയിലേക്ക് തന്നെയാണ് അവനെ മടക്കേണ്ടതും. അപ്പം മനുഷ്യനെ ഉൾക്കൊള്ളുന്ന അവസ്ഥയിൽ ഭൂമിയിലേക്ക് തന്നെ, ഭൂമിയിൽ വെക്കുന്നതോടുകൂടി അതിലേക്ക് ലയിക്കുന്ന ഒരു സാഹചര്യം, അതിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരു സാഹചര്യം. അപ്പം എന്തിനേയും ഭൂമി അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനുഷ്യനൊക്കെ ഈ മരണപ്പെടുന്ന സമയത്ത് അത് ഭൂമിയിൽ ലയിക്കാത്തൊരവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? മരണപ്പെടുന്ന ആളുകളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ, അത് ഭൂമിയിൽ ലയിക്കാത്ത, ഭൂമിയിൽ അത് പിന്നെ മണ്ണായി തീരാത്തൊരു സാഹചര്യമാണെങ്കിൽ എന്തായിരിക്കും ഈ ഭൂമിൻ്റെയൊക്കെ അവസ്ഥ? പുതിയൊരു തലമുറകൾക്ക് എങ്ങനെയാണ് ജീവിക്കാനൊക്കെ പറ്റുന്നത്? അപ്പോൾ അള്ളാഹു ഭൂമിയെ അലം നജഅലിൽ അർദ കിഫാത്ത, എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലാക്കി തീർത്തു. സൂറത്തുൽ ബഖറയിൽ കാണാൻ സാധിക്കുന്നത്, ബഖറ സൂറയിൽ തുടക്കം തന്നെ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കും വല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ. അവിടെ ഫിറാഷ് എന്ന് പറയുന്നുണ്ട്. ഫിറാഷും അതേപോലെ തന്നെ പിന്നെ ബിസാത്തു എന്നൊക്കെ പറയുന്നത് ഒരേ അർത്ഥം തന്നെയാണ്. ഫിറാഷ്, വിരിപ്പ് എന്നുള്ള അർത്ഥമാണ് ഫിറാഷ്. അള്ളാഹു ഭൂമിയെ വിരിപ്പാക്കിയവൻ. എന്തിനാ? അള്ളാഹു ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ ആരാണോ അവനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, ആരാധിക്കണം. എന്നിട്ട് അള്ളാഹു പറയാ, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലു ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ വിരിപ്പാക്കി, ആകാശത്തെ മേൽക്കൂരയാക്കി, അതിൽ നിന്ന് മഴ വർഷിപ്പിച്ചു, ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ മുളപ്പിച്ചു. ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള റബ്ബിനെ
നിങ്ങൾ മനസ്സിലാക്കിയിട്ടും അവന് സമന്മാരെ ഉണ്ടാക്കല്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അപ്പോൾ അവിടെ ഭൂമിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്തമായ പ്രയോഗങ്ങൾ നടത്തിയിട്ട് ആ പറഞ്ഞ ആശയങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ശരിക്കും ഭൂമി എന്ന് ബിസാത്തു, അതേപോലെ പിന്നെ ഈ പറയുന്ന ഈ ഫിറാഷ്, കിഫാത്ത് എന്നെല്ലാം പറയുന്ന ഭൂമി അതിൻ്റെ ഒരു ഷേപ്പിനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ സൂറത്തുൽ ഗാശിയ നമ്മൾ വെള്ളിയാഴ്ച ജുമാ ഓതുന്ന സമയത്ത് സുന്നത്താക്കപ്പെട്ട സൂറ ഉണ്ടല്ലോ, സൂറത്തുൽ ഗാശിയ. അതിൽ പറയുന്നുണ്ട്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർദി കൈഫ സുതിഹത്. അള്ളാഹു നിങ്ങൾ 4 അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പറയുന്നത്. നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ല, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതേപോലെ തന്നെ ആകാശത്തിലേക്ക് നോക്കുന്നില്ല, അത് എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്. നിങ്ങൾ പർവ്വതങ്ങളിലേക്ക്, മലകളിലേക്ക്, മൗണ്ടൈൻ, അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ, നോക്കുന്നില്ലേ, എങ്ങനെയാണ് അതിനെ നാട്ടപ്പെട്ടത്. ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല, അതെങ്ങനെയാണ് വിധാനിച്ചിരിക്കുന്നത്, പരത്തപ്പെട്ടിരിക്കുന്നതെന്നാണ്. ശരിക്കും ഈ ഭൂമിയുടെ രൂപം എന്ന് വെച്ചാൽ പിന്നെ ഈ കുറവിയ എന്ന് പറയും. പുറത്ത് എന്ന് വെച്ചാൽ എന്താണ്, പന്താണ്. കുറവിയ വെച്ചാൽ ഗോളാകൃതിക്ക് കുറവിയ എന്ന് പറയും. ഇപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പറയാറുണ്ട് ഭൂമി പരന്ന ഭൂമി എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഒരിക്കലും ഒരു സ്ഥലത്തും ഖുർആൻ പരന്ന ഭൂമി എന്ന് പറഞ്ഞിട്ടില്ല. അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പോൾ ഗോളാകൃതിയിലുള്ള ഒരു ഭൂമിയെ പരന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ഭൂമിയിൽ മനുഷ്യന് അവൻ്റെ പിന്നെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായ രൂപത്തിലൂടെ പല മാർഗത്തിലൂടെ അതിനെ പ്രവേശിക്കാൻ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ അവന് വിശാലമാക്കി കൊടുത്തു. പല പാതകളിലൂടെ, അതെല്ലാം ഭൂമിയിൽ എന്തൊക്കെ ആണുള്ളത് അല്ലേ, മലകളായിട്ടും പുഴകളായിട്ടും അതേപോലെ തന്നെ കടലായിട്ടും പിന്നെ മണലായിട്ടും മണ്ണായിട്ടും കല്ലായിട്ടും ഇങ്ങനെ ഭൂമിയിൽ എന്തെല്ലാം ഉള്ളത്. അതോടൊപ്പം തന്നെ നല്ല പച്ചപ്പ് ഉള്ള, നല്ല കാണുമ്പം മനസ്സിന് ആനന്ദവും കുളിർമയും നൽകുന്ന എത്രയെത്ര സീനറികളാണ്, എത്രയെത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, എത്രയെത്ര തോട്ടങ്ങളാണ്, അരുവികളാണ്. മനുഷ്യനെ സാധാരണ ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ ആ പിക്ചർ വരച്ച ആളെ, നല്ലൊരു പിക്ചർ കണ്ടാൽ നമ്മൾ ചോദിക്കും ഇതാരാണ് വരച്ചത് എന്ന് നമ്മൾ ഫസ്റ്റ് ചോദിക്കും. പക്ഷെ ആ വരച്ചൊരു മനുഷ്യൻ എന്ന് പറയുന്നത്, ഡ്രോ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രകൃതിയിൽ സൃഷ്ടിച്ചൊരു സാധനമാണ്. പക്ഷേ പല ആളുകളും ഈ പ്രകൃതിയിൽ സൃഷ്ടിച്ച ഇതിൻ്റെ പിക്ചറിനെ കുറിച്ച്, ആ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച്, അതിൻ്റെ പിന്നിലുള്ള ശക്തിയെക്കുറിച്ച് അന്വേഷിക്കാറില്ല. നേരെ മറിച്ച് ആ പിന്നെ അള്ളാഹു സൃഷ്ടിച്ചൊരു സാധനം അത് നോക്കി വരയ്ക്കുന്ന ആ ആളെക്കുറിച്ചാണ്, അതിൻ്റെ കഴിവിനെക്കുറിച്ചാണ് ആളുകൾ എന്തൊരു മനോഹരമാണ്, ഇതാരാണ്, എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്നുള്ള പറയുമ്പോൾ ആളുകൾ വരച്ച ആളുകളെ പ്രശംസിക്കുന്നു, അതിൻ്റെ പിന്നിലുള്ള റബ്ബിനെ, അവനെ സ്തുതിക്കാൻ ആളുകൾ മറക്കുകയും ചെയ്യുന്നു. അപ്പം ശരിക്കും ഇവിടെ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയെക്കുറിച്ച്, ആ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള റബ്ബാണ്. എന്നിട്ട് മാലക്കും ലാ തർജൂനില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, എന്താണ് നിങ്ങൾ അള്ളാഹുവിനൊരു വഖാറ് കൽപ്പിക്കാത്തത്, ഇങ്ങനെയൊക്കെയുള്ള റബ്ബിന്, ആ റബ്ബിന് കൊടുക്കേണ്ട ഒരു ഗാംഭീര്യം നിങ്ങൾ കൊടുക്കേണ്ടതില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു ചോദിക്കുന്നു. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാര്യമാണ് ഇതിന് ശേഷം പറയുന്നത്. വീണ്ടും നമ്മൾ ആദ്യത്തിലെ ഉള്ള ഭാഗമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, അവിടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടിയും അള്ളാഹു അങ്ങേറ്റം പൊറുക്കുന്നവനാണ്. അതൊക്കെ നൂഹ് അലൈഹി സ്വലാം ഇങ്ങനെ പറഞ്ഞു വന്ന് അതിന് ശേഷം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിലുള്ള ചില ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞു. വീണ്ടും നൂഹ് അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. വഖാല നൂഹ് പറഞ്ഞു, റബ്ബി, റബ്ബി എന്ന് വെച്ചാൽ എൻ്റെ റബ്ബേ എന്നാണ്. അവിടെ യാവ് കളഞ്ഞിട്ടാണ് റബ്ബി എന്ന് പറയുന്നത്. ശരിക്കും എന്താ അർത്ഥം, എന്താണ്, എൻ്റെ റബ്ബേ എന്ന് തന്നെയാണ്, റബ്ബി എന്നാണ്. ഇന്നഹും, തീർച്ചയായും അവർ, ഇന്നഹും, തീർച്ചയായും അവർ, ആരാണ്, നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു സമൂഹം, ആ ഒരു സൊസൈറ്റിയെ കുറിച്ചാണ് ആ പറയുന്നത്. അവരെന്തായിട്ടുണ്ട്, അസൗനി, എന്നെ അവർ ധിക്കരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്നോട് അവർ അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു. ആസ്വാ എന്ന് വെച്ചാൽ, ആസ്വാ യഅ്സ്വി എന്ന് വെച്ചാൽ ധിക്കരിച്ചു എന്നാണ്. അനുസരണക്കേട് കാണിക്കുക, ധിക്കാരം കാണിക്കുക. ഐസ്വിയാൻ എന്നാണ് അതിൻ്റെ മസ്തറായിട്ട് പറയാം, ധിക്കാരത്തിന്. അസ്വാ യഅ്സ്വി, അസ്വാ എന്ന് എഴുതുമ്പോൾ ഐനും സ്വാദും പിന്നെ യാ കൂടി ചേർത്തിട്ട് അങ്ങനെയാണ് എഴുതുക, അസ്വാ.
അത് അലിഫായിട്ട് എഴുതുന്ന സമയത്ത് അസ്വ എന്നുള്ളത് വടി, സ്റ്റിക്ക് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ശരി. അപ്പം ഇവിടെ നൂഹ് അലൈഹി സ്വലാം പറയാ, റബ്ബേ, എൻ്റെ റബ്ബേ, ഇന്നഹും, തീർച്ചയായും അവർ, ആസൗ നീ എന്നാണ്, എന്നോട് അവർ എന്താക്കിയിരിക്കുന്നു, അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നതൊന്നും അവർ സ്വീകരിക്കാൻ സന്നദ്ധരല്ല. ഞാൻ പറയുന്ന കാര്യത്തിനൊക്കെ നേരെ ഉൾട്ടയാണ്, നല്ല ഓപ്പോസിറ്റാണ് അവർ ചെയ്യുന്നത്. എന്നോട് അനുസരണക്കേടാണ് കാണിക്കുന്നത്. അസ്വയാൻ. അതോടൊപ്പം തന്നെ അവർ ഇത്തിബാ ചെയ്യുന്നു. ഇത്തിബാ എന്ന് വെച്ചാൽ ഫോളോ ചെയ്യുന്നതിനാണ് പറയാം. ഇത്തബഅ യത്തബിഉ എന്നാണ്. ഇത്തബഅ യത്തബിഉ എന്താണ്? ഇത്തിബാ ചെയ്യുക എന്ന് വെച്ചാൽ പിന്നെ അനുകരിക്കുക എന്നാണ്. മലയാളത്തിൽ പറയുമ്പോൾ അനുകരിക്കുക, ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തബഉ, അവർ ഇത്തിബാ ചെയ്യുന്നു, അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു കൂട്ടരെ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യാതൊരുവരെ, അല്ലെങ്കിൽ ഒരുത്തനെ എന്നൊക്കെ പറയാം. അതെന്താണ്? ലം യസിദുഹു, അത് അവന് എന്താക്കിയിട്ടില്ല, അവർക്ക് ലം യസിദ് ഹു, വർദ്ധിപ്പിച്ചിട്ടില്ല. സാദ യസീദു എന്ന് വെച്ചാൽ പിന്നെ വർദ്ധിച്ചു എന്നാണ്. നമ്മൾ പദം ഫസ്റ്റ് തന്നെ പഠിച്ചാണ് സാദ യസീദു. അല്ലേ? നീ ദഅഉതു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. അല്ലാഹുവേ, എൻ്റെ വിളി അവര് എന്നിൽ നിന്ന് വിരണ്ടു ഓടുന്നത് വർദ്ധിക്കുകയല്ലാതെ ചെയ്തിട്ടില്ല എന്നാണ്. സാദ യസീദു നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റബ്ബി സിദ്നി ഇൽമ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അല്ലാഹു ഇൽമ എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ. സാദ യസീദു, മസീദ്, സിയാദ് എന്ന അർത്ഥത്തിൽ പറയാം. അപ്പോൾ ലം യസിദുഹു, അവർക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. മാലുഹു, തൻ്റെ സമ്പത്ത്. സമ്പത്ത്. മാലുൻ അതിൻ്റെ ജമ്മായിട്ട് പ്ലൂറലായിട്ട് അംവാൽ എന്നാണ് പറയാ. മാല്, അംവാൽ. വലതുഹു, അതോടൊപ്പം തന്നെ വലത് എന്നുള്ളത് അവിടെ പിന്നെ കുട്ടി എന്നുള്ള അർത്ഥത്തിന്, അതേപോലെ തന്നെ അവിടെ ജം ആയിട്ടും വലത് ഉപയോഗിക്കും. അതേപോലെ തന്നെ മാലും എന്നുള്ള പദം അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. അപ്പം അവരുടെ തൻ്റെ സമ്പത്തും അതേപോലെ തന്നെ മക്കളുമൊക്കെ അവർക്ക് എന്താണ്? ഇല്ലാ ഖസാറ, അവർക്ക് ഖസാർ എന്ന് വെച്ചാൽ നഷ്ടമാണ്. ഖസാർ നമ്മൾ ഈ സൂറയിൽ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലഫീ ഖുസ്ർ, തീരാ നഷ്ടത്തിൽ തന്നെയാണ്. ഖുസ്ർ എന്ന് വെച്ചാൽ നഷ്ടം, ഖസാർ എന്ന് വെച്ചാൽ നഷ്ടം. അപ്പോൾ ബിസിനസ്സിലൊക്കെ നഷ്ടമൊക്കെ സംഭവിക്കുക ഖസാർ എന്ന് പറയും. അപ്പോൾ ഇവിടെ പറയുന്നത് വത്തബഉ മല്ലം യസിദുഹു മാലുഹു വവലദുഹു ഇല്ലാ ഖസാറ. അപ്പോൾ അവർക്ക് അവരുടെ സമ്പത്തും അവരുടെ സ്വത്തും സന്താനങ്ങളുമൊക്കെ നഷ്ടമല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരെ ആണ് അവർ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ, നൂഹ് അലൈഹിസ്സലാമിനെ അവരിലേക്ക് പറഞ്ഞയച്ചു. നൂഹ് അലൈഹിസ്സലാം പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ സ്വീകരിക്കാൻ സന്നദ്ധരായില്ല. നൂഹ് അലൈഹിസ്സലാം പറയുന്നതിന് നേരെ വിപരീതമാണ് അവർ ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് അവരുടേതായ കൂട്ടത്തിലുള്ള ആളുകളെയാണ് അവരെന്താക്കുന്നത്. അവർ ശരിക്കും പിൻപറ്റേണ്ടത് ആരെയാണ്? അള്ളാഹുവിൻ്റെ റസൂലിനെ ആയ നൂഹ് അലൈഹിസ്സലാമാണ്. പക്ഷെ അവർ പിൻപറ്റുന്നത് അവരിലുള്ള പിന്നെ സമ്പത്തും അതേപോലെ മക്കളുമൊക്കെ അധികരിച്ചിട്ടുള്ള ആളുകളെയും അതേപോലെയുള്ള ഭൗതികമായ കാര്യങ്ങൾക്കൊക്കെയാണ് അവർ ചെവി കൊടുക്കുന്നതും അവരനുസരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവർക്ക് നഷ്ടമല്ലാതെ അവർക്ക് സംഭവിക്കുകയുമില്ല. അപ്പം ഇവിടെ നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് നൂഹ് അലൈഹിസ്സലാമിൻ്റെ വിഷമങ്ങളെ കുറിച്ച് പറയുകയാണ്. നമ്മൾ നൂഹ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മയിലുണ്ടായിരിക്കും, ഞാൻ വിശ്വസിക്കുകയാണ്. നൂഹ് അലൈഹിസ്സലാം എന്ന് പറയുന്നത് 950 വർഷമാണ്, ചില്ലറ കൊല്ലമൊന്നുമല്ല, 950 വർഷമാണ് ഈ ഒരു ആളുകളെ സത്യദീനിലേക്ക് ക്ഷണിച്ചത്. നമ്മളിലുള്ള ഒരു 10-14 ആളുകളുടെ ആയുസ് ശരിക്കും ഒരു വ്യക്തി ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഈ സമൂഹത്തെ. പക്ഷേ അവരെന്തായാലും അതിനൊന്നും അവർ വേണ്ട രൂപത്തിൽ വളരെ വിരലിലെണ്ണാവുന്ന ആളുകളല്ലാതെ അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്തു? മക്കറൂ,
വ മക്കറു. മക്കറ എന്ന് വെച്ചാൽ തന്ത്രം പ്രയോഗിക്കുക, കുതന്ത്രം പ്രയോഗിക്കുക എന്നൊക്കെയാണ് പറയാം. നമ്മൾ കാതയ്ക്ക് കൈത് എന്ന് പറയുന്ന പോലെ തന്നെ കുതന്ത്രം, അതേപോലെ തന്ത്രം എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ വ മക്കറു, അവർ തന്ത്രം പ്രയോഗിക്കുന്നു. മക്കറൻ, മക്കറൻ വെച്ചാൽ തന്ത്രം. അവർ തന്ത്രം എങ്ങനത്തെ തന്ത്രം? കുബ്ബാറൻ. കുബ്ബാർ എന്ന് വെച്ചാൽ പിന്നെ ഏറ്റവും വലിയ, വളരെ വലിയ കുതന്ത്രം അവർ പ്രയോഗിക്കുന്നു, അല്ലെങ്കിൽ വലിയ കുതന്ത്രം അവർ പിന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അഥവാ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ആട് അനുസരണക്കേട് കാണിക്കാനും ദീനിലുള്ള യഥാർത്ഥത്തിലുള്ള ആളുകളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയും അവരെന്ത് ചെയ്യാണ്? അവർ കുതന്ത്രം പ്രയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അതിനുശേഷം നൂഹ് അലൈഹി ഇസ്ലാം പിന്നെ പറയാണ്, അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ്? വഖാലു, അവർ പറയുന്നു, ലാ തദറുന്ന ആലിഹത്തക്കും. ലാ തദറുന്ന, വദറ യദറു എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചു എന്നാണ്. വദറ യദറു നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ പദവും നമ്മൾ പഠിച്ചതാണ്. തറക്ക യത്രുഖു എന്നുള്ള അർത്ഥമാണ്. ലാ തദറൂന എന്നാണ് ശരിക്ക് ആ പദം വരുന്നത്. പക്ഷെ അവിടെ പിന്നെ ലാ വരുന്നത് കൊണ്ട് അവിടെ വാവിനെ കളഞ്ഞിട്ട് ലാ തദറുന്ന എന്ന രൂപത്തിലല്ല, ലാസ്റ്റ് ഷദ്ദുള്ള നൂന് കൊടുത്ത് അതിന് തൗക്കീദ് തന്നെ ഒരു നിർബന്ധ രൂപത്തിലേക്ക് അത് വരികയാണ്. വഖാലു, അവർ പറയുന്നു, ലാ തദറുന്ന, നിങ്ങൾ ഉപേക്ഷിക്കരുത്, നിങ്ങൾ ഉപേക്ഷിക്കരുത്. ആലിഹത്തക്കും, ഇലാഹ് എന്നുള്ളതിൻ്റെ ജംആണ്, പ്ലൂറലാണ് ആലിഹ, ആലിഹത്ത്. നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ എന്താക്കരുത്? നിങ്ങൾ ഉപേക്ഷിക്കരുത്. ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. അത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കൗമ് പറയാണ്, നിങ്ങൾ ഇലാഹുകളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. വലാ തദറുന്ന, അതോടൊപ്പം തന്നെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. എന്താണ് ഉപേക്ഷിക്കാൻ പാടില്ല? വദ്ദൻ, വദ്ദിനെ. വലാ സുവാഅൻ, സുവാഇനെയും. വലാ യഗൂസ, യഗൂസിനെയും. വയഊഖ, യഊഖിനെയും. വനസ്ര, നസ്റിനെയും. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ എന്നൊക്കെ പറയുന്ന 5 പിന്നെ ആളുകൾ അവരാരാധിച്ചിരുന്ന പുണ്യ പുരുഷന്മാരായിട്ടുള്ള ആളുകളായിരുന്നു ഈ 5 പേര്. വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ എന്ന് പറഞ്ഞ ആര്? നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ആരാധിച്ചിരുന്ന ആളുകളാണ്. അപ്പം അത് ഇവരുടെ ഇലാഹുകളാണ്. നമ്മൾ എന്തിനെ ആരാധിക്കുന്നുവോ അത് നമ്മൾ ഇലാഹായി മാറും. ചില ആളുകൾ പറയും അള്ളാഹു മാത്രമാണ് ഇലാഹ്, വേറെന്തിനെ ആരാധിച്ചാൽ അത് ഇലാഹാകൂല എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. ഖുർആൻ്റെ ഭാഷയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂസ അലൈഹി ഇസ്ലാം ൻ്റെ കാലഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് പശുക്കുട്ടിയെ ആരാധിക്കുന്നൊരവസ്ഥ അവരിൽ ഉണ്ടാക്കി തീർത്ത സാഹചര്യത്തിൽ മൂസ അലൈഹി ഇസ്ലാം പറയുന്ന വചനം നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മക്കയിലുള്ള മുശ്രിക്കുകളായ ആളുകൾ ഒരു മരത്തിൻ്റെ മുകളിൽ അവരുടെ വാള് കൊളുത്തിയിട്ട് അവർ അതിൽ നിന്ന് ബർക്കത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറയുമ്പോൾ അവർ അതിനെ ഇലാഹാക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്തിനെ ആരാധിക്കുന്നു അത് ഇലാഹായി മാറും. സൂര്യൻ ആരാധിക്കുക, സൂര്യൻ ഇലാഹായി. ചന്ദ്രൻ ഇലാഹായി. ഇവരുടെ ഇലാഹുകൾ, അതാണ് ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. വലാ തദറുന്ന, നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഈ ലാസ്റ്റ് തൗക്കീദോടുകൂടി നൂന് വരുന്നുണ്ടല്ലോ, അവിടെ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ ഒരിക്കലും എന്നുള്ള അർത്ഥത്തിൽ അത് വരുന്നത്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ വഖാലു ലാ തദറുന്ന ആലിഹത്തക്കും, ആ ഇലാഹുകളെ നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആ ഇലാഹുകളുടെ പേരുകളാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ആളുകളുണ്ടല്ലോ, വദ്, സ്വാ, യൗസ്, യഊഖ്, നസ്ർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവർ സത്യത്തിൽ മഹാന്മാരായ ആളുകളായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ചരിത്രമാണ്. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകൾ പറഞ്ഞത് നമുക്ക് സ്വഹീഹ് ബുഖാരിയിലെ ഹദീസ് കാണാൻ സാധിക്കും. ഈ പറയുന്ന ആളുകൾ അസ്മാ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ് എന്നാണ്. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്വാലിഹീങ്ങളായ ആളുകളുടെ പേരുകളാണ് ഇതെന്നാണ്.
അള്ളാഹു റസൂൽ പറഞ്ഞത് അസ്മാ ഉ റിജാലിൻ, അവര് അവിടെ റിജാലിന്റെ പേരുകളാണ്, അഥവാ ആണുങ്ങളുടെ പേരാണ്. റജുൽ എന്നുള്ളതിന്റെ പ്ലൂരലാണ് റിജാൽ എന്നുള്ളത്. അവരാരാണ്? സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ, നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ജീവിച്ച സ്വാലിഹീങ്ങളായ ആളുകളാണ് ഇവര്. വദ്, സുവാ, യൗസ്, യഊഖ്, വനസ്ർ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ടോ ഫലം മാഹലക്കു ഔഹാ ഷൈത്വാനു ഇലാ ഖൗമിഹിം, അവരുടെ നാശത്തിന് ശേഷം, അവരുടെ വഫാത്തിന് ശേഷം എന്ത് ചെയ്തു? അവര് പിശാജ് അവരുടെ ആ കൗമിലേക്ക് അവർക്ക് വഹി ഇട്ടുകൊടുത്തു, അല്ലെങ്കിൽ ബോധനം നൽകി, അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തു. അതിൻ്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവരെ ഇവരിരുന്ന സ്ഥലങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യുക? അവിടെ പ്രത്യേകമായ പ്രതിഷ്ഠകൾ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. ഇവരിരുന്ന, അവരെ പെരുമാറിയ സ്ഥലങ്ങളിലൊക്കെ. സത്യത്തിൽ ആദ്യ കാലഘട്ടത്തിലുള്ള കൗമ് അവരോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവും കണക്കിലാക്കി ചെയ്ത വിഷയങ്ങളാണ് സത്യത്തിൽ. പിന്നീട് പക്ഷെ ആ സമൂഹം മരണപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് മറ്റൊരു കൗമ്, മറ്റൊരു ടീം വരുന്ന സമയത്ത് അതിനെ ആരാധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. സത്യത്തിൽ നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ വിശ്വാസികളായ ആളുകൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. ബാക്കി മുഴുവനും കപ്പലിൽ കയറിയ ആളുകളല്ലാത്ത ബാക്കി എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഈ വിശ്വാസികളിൽ നിന്ന് തന്നെയാണ് തൗഹീദിന് വിരുദ്ധമായ ഷിർക്കിൻ്റെ ആശയങ്ങളിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നത്. രണ്ടാമത് പഠിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, ചില ആളുകൾ പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു ഷിർക്ക് ചെയ്യൂല എന്നുള്ള, അത് റോങ് ആണ് പറയുന്നത്. ഷിർക്ക് മനുഷ്യരിൽ ഏത് രൂപത്തിലും, കൂരിരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറയിലൂടെ കറുത്ത ഉറുമ്പ് അരിച്ചു കയറുന്നത് പോലെ, അള്ളാഹു റസൂൽ പറഞ്ഞ വാക്കുകൾ ഒന്ന് ആലോചിക്കുക. കൂരിരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറയിൽ കറുത്ത ഉറുമ്പ് അരിച്ചു കയറുന്നത് പോലെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? കൂരിരുട്ടുള്ള രാത്രിയാണ്, കറുത്ത പാറയാണ്, അതേപോലത്തെ കറുത്ത ഉറുമ്പാണ്. അതിങ്ങനെ പിന്നെ മൂവ് ചെയ്യുന്നത് ആർക്കാണ് കാണാൻ പറ്റുന്നത്? അങ്ങനെ എന്ത് ചെയ്യും? നിങ്ങളിൽ ഷിർക്ക് കയറി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമാണ് അള്ളാഹു റസൂലിൻ്റെ വാക്കുകൾ. ഇപ്പം സമൂഹത്തിൽ ഈ പറയുന്ന ആളുകളൊക്കെ പല ആളുകളെയും അവരുടെ ആദരവും ബഹുമാനവുമാണ് സത്യത്തിൽ എന്തായിത്തീരുന്നത്? ആരാധനയായി മാറുന്നത്. അള്ളാഹു റസൂലിനെ നമ്മൾ എത്രയും അങ്ങേയറ്റം ആദരിക്കണം, ബഹുമാനിക്കണം. പക്ഷെ അള്ളാഹു റസൂലിനെ ഒരിക്കലും നമ്മൾ ആരാധിക്കാൻ പാടില്ല. അള്ളാഹുൻ്റെ റസൂലിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അത് ആരാധനയായി മാറി. മുഹയ്യിദ്ദീൻ ഷേഖിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അത് ഇബാദത്തായി മാറി, ആരാധനയായി മാറി. ബദരീങ്ങളോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എന്തായി? ഇബാദത്തായി മാറി, ആരാധനയായി മാറി. കാരണം എന്താ? അദ്ദുആഉ ഹുവൽ ഇബാദ അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്ന ആരാധനയാണ്. ഇപ്പം ഇവിടെ ഈ പറഞ്ഞ ഫസ്റ്റിലുണ്ടായിരുന്ന ഈ ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് അവരെ ഓർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ, അവരെ സ്മരിക്കാൻ വേണ്ടി. പക്ഷെ ഒരു ടീം കഴിഞ്ഞു. ഈ തഫ്സീറിലൊക്കെ കാണാൻ സാധിക്കും, ഈ പറഞ്ഞ മുഅ്മിനുകളായ ആളുകൾ തന്നെ ഇവരെക്കുറിച്ച് പിന്നീട് ഓർത്തിട്ടുണ്ടാവാം, പരസ്പരം പറഞ്ഞിട്ടുണ്ടാവും. പിന്നെയാണ് അവർ ഈ പറഞ്ഞ രൂപത്തിലേക്ക് പിന്നീട് അതൊരു ആരാധന. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്ന സമയത്ത് മക്കയിൽ പോലും ഈ പറയുന്ന വദ്ദിനെയും സുവാഇനെയും യൗസിനെയും യഊഖിനെയും ഒക്കെ ആരാധിക്കപ്പെടുന്ന ആളുകളുണ്ടായിരുന്നു. ഓരോ ഗോത്രങ്ങൾ, വ്യത്യസ്തമായ പല ഗോത്രങ്ങൾ ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. വ്യത്യസ്തമായ പിന്നെ ഗോത്രങ്ങൾ ഈ പറയുന്ന ഓരോരുത്തരുടെയും പല രൂപങ്ങളായിട്ട്, അത് ചില ആളുകൾ അവർ സിംഹത്തിൻ്റെ രൂപത്തിൽ, ചില ആളുകൾ അവർ കുതിരയുടെ രൂപത്തിൽ, ചില ആളുകൾ പരുന്തിൻ്റെ രൂപത്തിൽ, ചില ആളുകൾ പെണ്ണിൻ്റെ രൂപത്തിലൊക്കെ ആയിട്ട് ഈ പറഞ്ഞ ഈ പേരുകളുള്ള അവർ ആരാധിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈ പറയുന്ന ആളുകൾ മോശക്കാരായിരുന്നു, നല്ലവരായിരുന്നു. പക്ഷെ അവർ ഓർമ്മിക്കാൻ വേണ്ടി ചെയ്തു വെച്ചൊരു കാര്യം പിന്നീട് അത് ഇബാദത്തിലെ ആരാധനയുടെ ഭാഗമായിട്ട് മാറുകയാണ്. അതാണ് ശരിക്കും പിശാച് ചെയ്യുന്ന ഒരു കാര്യം. പിശാച് ആദ്യം തന്നെ മനുഷ്യരിൽ വെറുപ്പും കോപവും അസൂയയും പിന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഉണ്ടാക്കി തീർക്കുന്നത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽ. അതുകൊണ്ടാണല്ലോ അതെല്ലാം ഇസ്ലാമിൻ്റെ സഹോദരന്മാർ തമ്മിൽ തന്നെ ഫൈറ്റ് ഉണ്ടാവുകയും പിന്നെ ഹാബീലിനെ ഖാബീൽ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. പിന്നീട് അത് അവർ പ്രവർത്തനങ്ങളിൽ ശരിക്ക് തെറ്റിച്ചു. പിന്നീട് വിശ്വാസ കാര്യങ്ങൾ തെറ്റിപ്പിച്ചു.
അതാണ് ശരിക്കും ഈ പറയുന്ന പുണ്യ പുരുഷന്മാരായ ആളുകൾ, മഹാന്മാരായ ആളുകളെ അവർ ഇബാദത്ത് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർത്തത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ കൂടുതൽ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ തൗഹീദ് അടിയുറച്ച് വിശ്വസിക്കാനുള്ള ഈമാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ പ്രവചനങ്ങളും നമ്മൾ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ഈമാനിന് വർധനമുണ്ടാവണം. റഹ്മാനാഥൻ ഖുർആൻ പഠിക്കുകയും അത് അനുസരിച്ച് ജീവിക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈമാനും ഇൽമും അള്ളാഹു സുബ്ഹാനഹു നമുക്ക് വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ വറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹി ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.